ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്ന് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. നമ്മുടെ പ്രിയ രക്തസാക്ഷിയായ ദേവസഹായം പിള്ളയുടെ തിരുനാൾ ദിവസം കൂടിയാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നിന്റെ ശ്രദ്ധ ഞാൻ ആകർഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഈശോയുടെ ശക്തിയിലേക്കാണ്. ഈശോ ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ ആ സംഭവം കണ്ടുകൊണ്ട് ആളുകൾ പ്രതികരിച്ച രീതിയെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് സുവിശേഷം പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ പല അത്ഭുതങ്ങളും അവർ നടന്നിട്ടുണ്ട്. ഒത്തിരി രോഗികളെല്ലാം സുഖപ്പെടുത്തുന്നത്. ഇത് പിശാചിനെ വരെ ബഹിഷ്കരിക്കുക, അത്ഭുതപ്പെടും. എന്ത് അധികാരത്തോടു കൂടി ഞാൻ പറയുക. പ്രിയ സഹോദര സഹോദരി, ഈ ആളുകൾ പറഞ്ഞതിൽ ധ്വനിക്കുന്ന ഈശോയുടെ അധികാരം, എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാ നിന്റെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങൾക്കോ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾക്കോ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കോ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്കോ നിന്നെ തോൽപ്പിക്കാൻ പറ്റുമോ? ഈശോയുടെ അധികാരത്തിൽ നീ ആശ്രയിക്കുന്നില്ലെങ്കിൽ മാത്രമേ നിന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തുവാകട്ടെ, എത്ര ശക്തമായതാകട്ടെ, ഒരു ഉത്തരവില്ലാത്തതാകട്ടെ, അതിന്മേൽ നിന്റെ കർത്താവിന് അധികാരമുണ്ടെന്ന് നീ വിശ്വസിക്കുക, നീ ആശ്രയിക്കുക. എല്ലാത്തിനെയും തരണം ചെയ്യാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളെ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദേവസഹായം പിള്ള ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ലോകത്തിൻ്റെ അധികാരങ്ങൾക്ക് മുകളിൽ നിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട വ്യക്തിയാണല്ലോ ദേവസഹായം പിള്ള. ഈശോയെ, നിന്റെ അധികാരത്തിന് ശക്തിയെ മനസ്സിലാക്കുവാനും അതിൽ ആശ്രയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നീ എൻ്റെ സർവ്വം.